ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെൻറ്റേഴ്സ് ട്യൂഷൻ സെൻറ്റർ മടത്തുംപടി ആൻഡ് പുത്തൻവേലിക്ക്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ലെക്ചർ ബൈ സണ്ണി തോമസ് സിറ്റി, പാർട്ട് 1, വാട്ട് ഇസ് എ കോൺട്രാക്ട്. ഈ ലെക്ചർ നമുക്ക് BComനും അതുപോലെ BBAക്കും MBA സിലബസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവിടെയൊക്കെ നമ്മൾ ബിസിനസ് ലോ ഹെഡിൻ്റെ ബിസിനസ് ലോ എന്ന സബ്ജക്റ്റിൻ്റെ താഴെയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. സോ ബിഫോർ entering to the meaning of contract, എന്താണ് കോൺട്രാക്ട് ആക്ട് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കുന്നതിന് മുന്നേ വാട്ട് ഈസ് എ കോൺട്രാക്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദ പാർട്ട് 1 ഡീൽസ് വിത്ത് വാട്ട് ഈസ് എ കോൺട്രാക്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയൊക്കെ, കാറ്, വലിയ ബിൽഡിങ്, അല്ലെങ്കിൽ ഒരു IT, ഇതൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരിക. പലരുടെയും മനസ്സിലേക്ക് അങ്ങനെയായിരിക്കും കോൺട്രാക്ട് എന്ന് പറയുന്നത്, വലിയ വലിയ കമ്പനികൾ. ഇതാണ് കോൺട്രാക്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അത്തരം കോൺട്രാക്റ്റുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റുഡൻറ്റും ഒരു യൂണിവേഴ്സിറ്റിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ ഉറങ്ങുന്ന സ്റ്റുഡൻ്റ് ഒന്നുമല്ല, അത് ശ്രദ്ധിക്കാണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, നല്ല ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളേജിൽ വന്ന് ചേരുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് കൊടുക്കും? ഒരു ഫീസ് കൊടുക്കുന്നുണ്ട് അല്ലേ, അഡ്മിഷന്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ ഇരിക്കാൻ സ്ഥലം തരണം, പിന്നെ നല്ല ലെക്ചേഴ്സിനെ നിങ്ങൾക്ക് വെച്ച് തരണം. അതൊക്കെ അവർ തിരിച്ച് നിങ്ങൾക്ക് തരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറയുക, ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്, നിങ്ങൾ കോളേജിൽ പഠിക്കുന്നത്. ഇത് കോൺട്രാക്റ്റാണ്. ദ സ്റ്റുഡൻറ്റ് എൻറോൾ സം കോഴ്സ്, ദ യൂണിവേഴ്സിറ്റി ഓഫേഴ്സ് എ ടീച്ചർ, എ റൂം, സൂപ്പർവിഷൻ ആൻഡ് അതർ റിസോഴ്സസ്. അപ്പോൾ സ്റ്റുഡൻറ്റിനൊരു ഫലം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഒരു കൺസിഡറേഷൻ എന്ന് പറയും നമ്മൾ കോൺട്രാക്ട് ലൈന്. സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി എന്താണ്? നല്ല ടീച്ചേഴ്സ്, നല്ല ക്ലാസ് റൂം. ഓക്കെ, യൂണിവേഴ്സിറ്റി കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, എന്താണത്? പൈസ കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, രണ്ടു പേർക്കും ഒരു എന്ത് കിട്ടണം? ഒരു കൺസിഡറേഷൻ, എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടണം. എന്നാൽ മാത്രമേ ആ ഒരു കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. മനസ്സിലായോ? അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. പിന്നെ നമുക്ക് ഒരു ഫുട്ബോൾ പ്ലെയറിനെയും ഫുട്ബോൾ ക്ലബിനെയും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കളിക്കാരനാണ്, ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ കളിക്കാരന് 50 ഗെയിം കളിക്കണം ഒരു സീസണിൽ. അപ്പോൾ ഒരു ഫുട്ബോൾ ക്ലബ്ബുമായിട്ട് നമ്മുടെ കളിക്കാരനൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാണ്. കോൺട്രാക്റ്റ് ഇതാണ്: 50 ഗെയിംസ് ഞാൻ കളിക്കാം. അപ്പോൾ മാസം എത്ര രൂപ വെച്ച് കൊടുക്കണം ആൾക്ക്? മനസ്സിലായോ? മാസം എത്ര രൂപ വെച്ച് കൊടുക്കും? മാസം ഒരു 10 ലക്ഷം രൂപ. അയ്യോ, ഇത്രയും എമൗണ്ട് ഉണ്ടോ സാറേ? എനിക്കറിയില്ല, 10 ലക്ഷം ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ക്ലബ്ബും ഈ പറയുന്ന ഫുട്ബോൾ കളിക്കാരനും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്, കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. കോൺട്രാക്റ്റ് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ 50 ഗെയിം കളിച്ച് ഞങ്ങൾക്ക് തരണം. അപ്പോൾ ക്ലബിനൊരു കൺസിഡറേഷനായി, ഒരു പ്രതിഫലമായി. പകരം നിങ്ങൾക്ക് മാസം എത്ര വരാം? പെർ മന്ത് 10 lakh നിങ്ങൾക്ക് തരാം. അപ്പോൾ അയാൾക്കും ഒരു കൺസിഡറേഷൻ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ എഗ്രിമെൻ്റ് ഒപ്പിട്ട് ഓക്കെ, അതൊരു കോൺട്രാക്റ്റാണ്. അതുപോലെ നിരവധി കോൺട്രാക്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കടയിൽ ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനം നമുക്ക് തരുന്നു, അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നു, നമുക്ക് സാധനം കിട്ടുന്നു, അതൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ കോൺട്രാക്ട് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബസ്സിൽ കയറുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? പൈസ കൊടുക്കുന്നു, നമുക്കൊരു ടിക്കറ്റ് തരുന്നു, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നാക്കുന്നു, ഒരു സർവീസ് നമുക്ക് ചെയ്തു തരുന്നു. അവിടെയും ഒരു കോൺട്രാക്റ്റും ഉണ്ട്. അപ്പോൾ എന്താണ് സാർ ഈ കോൺട്രാക്റ്റ്? കോൺട്രാക്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്ഥലമൊക്കെ വെക്കുമ്പോൾ ഒരു സാധനം എഴുതാറുണ്ടല്ലേ, ആധാരത്തിന് മുന്നേ ഒരു എഗ്രിമെൻ്റ് എഴുതാറുണ്ട്, എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടാറുണ്ട്. സ്ഥലം വിൽക്കുമ്പോഴും ആധാരം നമ്മൾ തീരെഴുതാനായിട്ട് ഇങ്ങനെ എഴുതി ഒപ്പിടും. കാരണം ഒരു തെളിവ് വേണം നമുക്ക് കോടതിയിൽ കാണിക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ് എന്ത്? എഗ്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷനിലേക്കോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എന്താണെന്നോ മനസ്സിലാക്കുന്നതിന് മുന്നേ ഒരു കുട്ടി എന്തറിഞ്ഞിരിക്കണം? എഗ്രിമെൻറ്റ് എന്താണ് സാർ? വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ്? എന്താണ് ഒരു എഗ്രിമെൻറ്റ് മീൻ? ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോമിസ് ഉണ്ടാവും, പിന്നെന്താവും? ഒരു കൺസിഡറേഷൻ ഉണ്ടാവും, ഒരു പ്രോമിസ്. ഓക്കെ, പിന്നെ എന്തുണ്ടാവും? ഒരു കൺസിഡറേഷനും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അപ്പച്ചൻ പറയാണ് നല്ലോണം മാർക്ക് വാങ്ങിക്കണമെങ്കിൽ, ഫുൾ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാം. ഓക്കെ, മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാമെന്ന് പറയാം. ആരാണ് വാങ്ങിച്ചു തരാമെന്ന് പറയുന്നത്? നിങ്ങളുടെ ഫാദർ. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോമിസ് നൽകി വാങ്ങിച്ചു തരാമെന്ന്. കിട്ടിയോ?
അപ്പോൾ പ്രോമിസ് നൽകിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. ഓക്കെ. ദെൻ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു. നല്ല മാർക്ക്, അതായത് 10 ഒരു 5 നല്ല മാർക്കുകളോ 8 മാർക്ക് വാങ്ങിച്ചു. അപ്പോൾ നിങ്ങളുടെ ഫാദർ പറഞ്ഞു, ഞാനിപ്പോൾ പറഞ്ഞു മൊബൈൽ വാങ്ങിച്ചു തരാം, ഉടപ്പാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഉടനെ ഫാദറിനെതിരെ ഒരു കേസ് കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തു. കോടതി പറയും, ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഇല്ല, അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു സോഷ്യൽ കോൺട്രാക്റ്റാണ്. സോഷ്യൽ കോൺട്രാക്റ്റിൽ നിയമപരമായ സാധുത ഇല്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്നൊരു കോൺട്രാക്റ്റും ഇല്ല. സോഷ്യൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. കാരണം കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിന് നിയമപരമായിട്ടൊരു സംരക്ഷണം ലഭിക്കണം. കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റണം കോൺട്രാക്റ്റിൻ്റെ പറയുന്ന പ്രോമിസ് നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് പ്രോമിസ് എന്താണെന്ന് ജസ്റ്റ് സാറോട് സൂചിപ്പിക്കുന്നത്. ബട്ട് പ്രോമിസ് എന്താണ് ക്ലിയർ ആയിട്ടില്ല. പ്രോമിസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നോക്കാം, പ്രോമിസിലേക്ക് പോവാം. പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓഫർ ഉണ്ടാവും, ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്ഥലം വിൽക്കാമെന്ന് പറയണം. ഇത് തന്നെ സ്ഥലം, ദിസ് ഈസ് മൈ ഓഫർ. ഞാൻ നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറയണം. അപ്പോൾ നിങ്ങൾ എന്താണ്, ഞാൻ പറയുന്ന ഒരു 10 lakh എനിക്ക് തരണം, ഇതാണ് എൻ്റെ ഓഫർ. ശരി, ഞങ്ങൾ തരാം. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു ഓഫർ ഞാൻ മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ, സ്വീകരിച്ചാൽ, ആ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോമിസ് എന്ന് പറയും. കിട്ടിയോ? ക്ലിയർ? ഇനി പ്രോമിസ് മാത്രം പോരാ, ഒരു കൺസിഡറേഷൻ വേണം. കൺസിഡറേഷൻ എന്താ? അതിനകത്തൊരു നേട്ടം, സംതിങ് റിട്ടേൺ വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു എന്താ പറയുക, ഒരു കുപ്പി വെളിച്ചെണ്ണ വാങ്ങിച്ചു, തലയിലിടുന്നത്. പക്ഷെ വെളിച്ചെണ്ണ ഉള്ളിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിലൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അതെന്താണ്, കറുത്തിരിക്കുന്നു. ശരിക്കും അത് നല്ല ക്ലീൻ ആയിട്ട് വെളിച്ചെണ്ണ സാർ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഈ ബോട്ടിൽ മാത്രം കറുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള കൺസിഡറേഷൻ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ കേസിന് പോവാം, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. കിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താവണം, ഒരു കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം. ഇപ്പോൾ നമ്മൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും കേസ് പറഞ്ഞ സ്ഥിതിക്ക് സ്കൂളിലേക്ക് കുട്ടികൾ കൊടുക്കുന്നത് എന്താണ്? ഫീസ്. അപ്പോൾ സ്കൂളിന് കിട്ടുന്ന കൺസിഡറേഷൻ എന്താണ്? ഫീസ്. ഓക്കെ. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കിട്ടും. യൂണിവേഴ്സിറ്റി തിരിച്ച് കുട്ടികൾ കൊടുക്കുന്നത് എന്താണ്? ലെക്ചർ കൊടുക്കും, നല്ല ക്ലാസ് റൂം, ലൈബ്രറി, നല്ല ലെക്ചേഴ്സ്, ഫാക്കൽറ്റീസ്. അതൊക്കെ സ്റ്റുഡൻസിന് കിട്ടുന്ന എന്താണ്? കൺസിഡറേഷനാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എഗ്രിമെൻ്റ് ഉണ്ടാവണം. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ഉണ്ടാവണം, പിന്നെ എന്തുണ്ടാവണം? കൺസിഡറേഷൻ ഉണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് എഗ്രിമെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയാം? എഗ്രിമെൻറ്റ് ഇസ് ഈക്വൽ ടു പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, എന്താണ് പ്രോമിസ്? പ്രോമിസ് ഇസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ക്ലിയർ ആണോ? അപ്പോൾ ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രോമിസ് എന്ന് പറയും. പ്രോമിസ് മാത്രം പോരാ, എന്തുകൂടി വേണം? ഒരു കൺസിഡറേഷൻ കൂടി വേണം. അത്തരം കൺസിഡറേഷൻ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? എഗ്രിമെൻ്റ് പറയും. സോ ഒരു എഗ്രിമെൻ്റ് ആവാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ മതി പ്രധാനപ്പെട്ടത്. പ്രോമിസും വേണം, കൺസിഡറേഷനും വേണം. പ്രോമിസ് എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ ഒരു ഓഫർ വേണം, അത് ഒരാൾ സ്വീകരിക്കണം. നിങ്ങൾ ഓഫർ ചെയ്തു, ഞാൻ സ്വീകരിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയുന്നത്, സാറേ ഞങ്ങളുടെ കോളേജിൽ വന്നൊന്ന് ക്ലാസ് എടുത്ത് തരണം, ഞങ്ങൾ 1 മണിക്കൂറിന് സാറിന് 35 രൂപ തരാം എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഓഫർ അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് പോവാം മക്കളെ, 35 രൂപയെ അവിടെ വരുമ്പോൾ 50 രൂപ. ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങളുടെ കോളേജിൽ വന്നൊരു ക്ലാസ് എടുത്ത് തരും, സാറിന് ഞങ്ങൾ ഓരോ മണിക്കൂറിനും 2000 രൂപ വെച്ച് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഓക്കെ റെഡി, എപ്പോൾ എന്ന് ചോദിക്കാം. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പ്രോമിസ് ഉണ്ട്, ഞാൻ നിങ്ങളുടെ കോളേജിൽ വരുന്നു, ക്ലാസ് എടുത്ത് തരുന്നു, അപ്പോൾ എനിക്ക് 2000 രൂപ തരുന്നു, എൻ്റെ കൺസിഡറേഷൻ. നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നു, നിങ്ങളുടെ കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ തമ്മിൽ എന്തുണ്ട്? ഒരു എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. സോ ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് 2 തരത്തിലാവാം. ഇപ്പോൾ കൺസിഡറേഷൻ എന്താണ്? സംതിങ് ഇൻ റിട്ടേൺ. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ആവാം, അല്ലെങ്കിൽ എന്താണ്? ഓറൽ ആവാം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി തയ്യാറാക്കിയത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കോളേജിൽ വന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു, ഞാൻ എഴുതിയൊന്നും തയ്യാറാക്കില്ല, നിങ്ങൾ വിശ്വസിച്ച് അവിടെ വന്ന് ക്ലാസ് എടുത്തു. പോകാൻ നേരത്ത് നിങ്ങളൊരു 1000 രൂപ എടുത്തു തന്നു, എനിക്ക് കേസ് പോകാൻ പറ്റും. കാരണം നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റ് എഴുതി തയ്യാറാക്കിയിട്ടില്ല. നിങ്ങൾ പറയാണ്, അയ്യോ ഞങ്ങൾ 1000 രൂപ തരാമെന്ന് പറഞ്ഞത്, ഞാൻ വിട്ടില്ലേ? അപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള എഗ്രിമെൻ്റ് മാത്രമേ നമുക്ക് കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, തെളിവായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഓറലാണെങ്കിൽ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബിസിനസ്സിൽ മിക്കവാറും നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് വെക്കാറ്. ഓറൽ എഗ്രിമെൻറ്റും ഉണ്ട്. ഓക്കെ, ക്ലിയർ?
അപ്പോൾ എഗ്രിമെൻ്റ് എന്താണെന്ന് മക്കളെ മനസ്സിലായോ? എന്താണ് എഗ്രിമെൻ്റ്? എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോമിസ്, കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്താണ്? എന്തെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും, സംതിങ് റിട്ടേൺ. പ്രോമിസ് എന്താണ്? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഇത്രയും ഉണ്ടെങ്കിൽ എഗ്രിമെൻ്റ് ആയി. എഗ്രിമെൻ്റ് എന്തോ ആവാം, ഓറലാവാം, വാക്കുകൊണ്ട് പറയാം, അല്ലെങ്കിൽ എന്താണ് റിട്ടേൺ, നമുക്ക് എഴുതി തയ്യാറാക്കിയതും ആകാം. ഇനി എഗ്രിമെൻ്റ് ആണ് കോൺട്രാക്റ്റ്. ഈ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് സാർ 2 വേർഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ പോരെ? അവിടെ ശ്രദ്ധിക്കണം, എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻ്റ് ആണ്, ബട്ട് എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് അല്ല. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. വൈ? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ തരികയാണ്. എന്നിട്ട് പറയുകയാണ്, ദേ ഇന്ന ആളെ തട്ടിക്കൊണ്ട് വരണം. അങ്ങനെ നമ്മൾ 1 ലക്ഷം തട്ടിക്കൊണ്ട് വന്നാൽ 1 ലക്ഷം രൂപ തരും. നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടു. ഓക്കെ, നിങ്ങൾ തട്ടിക്കൊണ്ട് വന്നു, ഞാൻ 1 ലക്ഷം രൂപ തന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? കേസിന് പോകാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? കാരണം നിങ്ങളുണ്ടാക്കിയ എഗ്രിമെൻ്റ് നിയമപരമല്ല. അപ്പോൾ എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആവുന്നില്ല. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായിരിക്കണം. ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള എഗ്രിമെൻറ്റിന് മാത്രമാണ് കോൺട്രാക്റ്റ് ഉള്ളൂ. അപ്പോൾ കോൺട്രാക്റ്റ് ഉണ്ടാകണമെങ്കിൽ എഗ്രിമെൻറ്റ് വേണം. പക്ഷേ ആ എഗ്രിമെൻറ്റ് എന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം, ലീഗലായിരിക്കണം. കിട്ടിയോ? സോ ഒരു എക്സാമ്പിൾ പറയാം. A 15-year-old boy made an agreement with B to give him ₹1,000. This is a void agreement. എന്താ കാരണം? 15 years old ബോയ് ആണ് കൊടുക്കുന്നത്. ബീനോട് ഞാൻ 1000 രൂപ തരാം, ഇന്ന കാര്യം ചെയ്തു തന്നാൽ. 15 years ബോയ് ആണ് നിങ്ങൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. കാരണം മൈനറാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായിട്ട് യാതൊരു എഗ്രിമെൻറ്റും ലീഗലല്ല. ഓക്കെ. അതുപോലെ അടുത്തത്, എ മെൻ്റലി ഡിസോർഡർ മാൻ മേഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് എക്സ് ടു മാരി ഹെർ, ബട്ട് ദിസ് ഈസ് നോട്ട് എ വാലിഡ് എഗ്രിമെൻറ്റ്. മെൻ്റലി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് പക്വതയില്ലാത്ത ഒരാൾ. സപ്പോസ് നിങ്ങൾ ഒരാളെ മാനസിക പക്വതയില്ലാത്ത ഒരാൾ വീട് ഏൽപ്പിച്ചിട്ട് പോയി. നിങ്ങൾക്ക് അറിയില്ല അയാളെക്കുറിച്ച്. നിങ്ങൾ അയാളുടെ എൻ്റെ വീട് നോക്കുമ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരുള്ളൂ, നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് ഇതൊക്കെ തൂത്തി വൃത്താക്കണമെങ്കിൽ ഞാനൊരു 500 വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി, നിങ്ങൾ ടൂറൊക്കെ പോയി തിരിച്ചു വിട്ടുമ്പോൾ വീടില്ല. വീട് എവിടെ ഉണ്ട്? വീട്ടിലുള്ള സാധനങ്ങളൊന്നുമില്ല. അതൊക്കെ നശിപ്പിച്ച് ഞങ്ങൾ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം ഇയാൾ മെൻ്റലി ഡിസോർഡറാണ്. അങ്ങനെ ഒരാളുമായിട്ട് എഗ്രിമെൻറ്റ് നിങ്ങൾ ഏർപ്പെടുമ്പോൾ തന്നെ അത് പോയിട്ടാണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എ പ്രോമിസ് ഫോർ നോൺ കൺസിഡറേഷൻ ടു ഗീവ് ബി ₹1,000 ഇസ് എ വോയിഡ് എഗ്രിമെൻറ്റ്. അതായത് നമ്മൾ ഒരു 1000 രൂപ ഒരാൾക്ക് കൊടുക്കുന്നു, തിരിച്ച് നമുക്ക് ഒന്നും കിട്ടണില്ല. അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റ് എന്താണ്? വോയിഡ് എഗ്രിമെൻറ്റ്. അങ്ങനെയുള്ള എഗ്രിമെൻറ്റ്. കാരണം തിരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ അത് ചാരിറ്റി ആയിട്ട് കണക്കാക്കണം. ഓക്കെ. അടുത്തത്, ഫോർ എ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ പ്രോമിസ് ടു ഗീവ് ഹിസ് സൺ ബി ₹1,000. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പരീക്ഷയ്ക്കൊക്കെ മാർക്ക് വാങ്ങിച്ച് 1000 രൂപ തരാം, സൈക്കിൾ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ സോഷ്യൽ എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെൻറ്റും ഒന്നും കോൺട്രാക്റ്റ് അല്ല. കാരണം ലീഗലി അതിന് എൻഫോഴ്സിബിൾ അല്ല. ഒരു കേസ് പറയാം. എ മേഡ് ഗിഫ്റ്റ് ടു ഹസ്ബൻഡ് ആൻഡ് എ വൈഫ് ഫോർ ദ കൺസിഡറേഷൻ ദാറ്റ് ദ വൈഫ് ഷാൽ മെയിൻറ്റെയിൻ ഇമ്മോർ റിലേഷൻസ് വിത്ത് ഹിം. നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവോ? നോക്കൂ. എ മേഡ് ഗിഫ്റ്റ് ടു ഹസ്ബൻഡ്. ഒരാൾ വന്നിട്ട് ഹസ്ബൻഡോട് പറയാണ്, എ എന്ന് പറഞ്ഞ ആൾ വൃത്തിയായിട്ട് അവൻ വന്നിട്ട് വേറൊരു ഭാര്യയും ഭർത്താവും നിൽക്കുകയാണ്. അവർ പറയണേ, നിങ്ങളുടെ ഭാര്യ വിടുമോ, ഇത്രയും രൂപ തരാം എന്ന് പറയാൻ. ഇത് ഇങ്ങനെ ഇവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ അത് നിയമപരിശ കിട്ടൂല. അങ്ങനെ ഒരു കേസ് ഉണ്ട് കേട്ടോ. അത് സാർ ഉണ്ടാക്കി പറഞ്ഞതല്ല. നിങ്ങൾ ഈ കേസ് വായിച്ചു. ഇമ്മോറൽ കന്തസ്വാമി ആൻഡ് നാരായണസ്വാമി 1923 എന്ന് പറയുന്ന ഒരു കേസിൽ അത് എന്തല്ല, അൺലോഫുൾ ആണ്. അൺലോഫുൾ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് പരിരക്ഷയില്ല. അതുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എഗ്രിമെൻ്റ് അല്ല, ലീഗലി എൻഫോഴ്സിബിൾ അല്ല, അതൊരു കോൺട്രാക്റ്റ് അല്ല. രണ്ടാമതൊരു എക്സാമ്പിൾ. എ മേക്ക് ആൻ എഗ്രിമെന്റ് വിത്ത് ബി ഫോർ ഹയർ ഓഫ് ഹിസ് ഹൗസ് ടു ബി യൂസ്ഡ് ബൈ ബി ഫോർ പ്രൊമോട്ടിംഗ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ദ എഗ്രിമെന്റ് ഈസ് വോയിഡ് സിൻസ് ദ ഒബ്ജക്റ്റ് ഈസ് പ്രൊമോട്ട് ഇമ്മോറാലിറ്റി. ഓൾ ബാക്ഷൻ ചൈന 1877 പഞ്ചാബ്. ഒരു കേസാണ്. അതായത് ഇപ്പം ഞാൻ വേണ്ട, എ എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് ബി എന്ന് പറഞ്ഞ ആൾ വേണം നിങ്ങളുടെ വീടൊന്ന് വിട്ടുവരുമോ? എന്തിനാ? പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന്. പറയേണ്ട കാര്യമില്ല. കുഞ്ഞു കുട്ടികളല്ല, നിങ്ങൾക്ക് അറിയാം പ്രോസ്റ്റിറ്റ്യൂഷൻ എന്താണ്. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ വേശ്യാലയം നടത്താനായിട്ട് നിങ്ങൾ വീടൊന്ന് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ ഇറ്റ് ഈസ് വോയിഡ്. വോയിഡ് മീൻസ് അതിന് നിയമപരിരക്ഷയില്ല. കാരണം ഇമ്മോറാലിറ്റി. കണ്ടോ, നമ്മുടെ എന്താ പറയുക, മൊറാലിറ്റി, നമ്മുടെ മൂല്യങ്ങൾക്കെതിരാണത്. അപ്പം അങ്ങനെയുള്ള അൺലോഫുൾ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഒന്നും നിയമത്തിന് മുന്നിൽ വാലിഡ് അല്ല. ഓക്കെ. സോ എഗ്രിമെന്റ് മസ്റ്റ് ബി ലീഗൽ. ദിസ് ഈസ് ദ പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എഗ്രിമെന്റ് മസ്റ്റ് ബി ലീഗൽ. നിയമപരമായിരിക്കണം. ലീഗലിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്
നോക്കാം. ലീഗലിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എൻഫോഴ്സിബിൾ. എന്താണ്? എൻഫോഴ്സിബിൾ. സോ എഗ്രിമെന്റ് മസ്റ്റ് ബി എൻഫോഴ്സിബിൾ. അങ്ങനെ എൻഫോഴ്സിബിൾ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉള്ള എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട്. അപ്പോൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സർ? കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി. എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി. എഗ്രിമെന്റ് ഉണ്ടായാൽ മാത്രം കോൺട്രാക്ട് ആവോ? ഇല്ല. പിന്നെ എന്തുകൂടി വേണം? എൻഫോഴ്സിബിലിറ്റി. മീൻസ് ഇറ്റ് ഷുഡ് ബി ലീഗലി എന്താണ് അക്സെപ്റ്റബിൾ. ഒബ്ജക്റ്റ് ഓഫ് ദ എഗ്രിമെന്റ് ഷുഡ് ബി ലീഗൽ, ലോഫുൾ. മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ. സോ എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഈസ് നോൺ ആസ് കോൺട്രാക്ട്. ക്ലിയർ ആണോ? അപ്പോൾ കോൺട്രാക്ട് എന്താണ്? എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി. എഗ്രിമെന്റ് എന്താണ്? പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ. പ്രോമിസ് എന്താണ്? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓക്കെ. നമുക്ക് ഇനി കോൺട്രാക്ട് ഡെഫിനേഷനിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഡെഫിനേഷൻ പറയാനത് ചിലർക്ക് ഡെഫിനേഷൻ കേൾക്കുന്നത് തന്നെ കളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് ഐഡിയ ചെയ്യാം. നമുക്ക് ഡെഫിനേഷൻ നോക്കാം. നമുക്ക് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 2 ഒരുപാട് സബ്സെക്ഷൻ ഉണ്ട്. സെക്ഷൻ ബി, സി, ഡി, ഇ, എഫ്, ജി. അതൊക്കെ നമുക്ക് ഓരോന്ന് പിന്നീട് പഠിക്കാം കേട്ടോ. എഗ്രിമെന്റ് എന്താണ്, പ്രോമിസ് എന്താണെന്നൊക്കെയാണ്. ഐ, ജെ. അപ്പോൾ ഒരെണ്ണം അവിടെ മിസ്സിംഗ് ആണ്. ജി കഴിഞ്ഞാൽ എന്തുവാ? എച്ച്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2H of the Indian Contract Act 1872, contract is an agreement enforceable by law. എന്നാണ് നമ്മൾ പറയാം. എന്താണ്? An agreement enforceable by law is a contract. It is the section H of the section എന്താണ്? H of the Indian Contract Act 1872. സെക്ഷൻ 2 സബ്സെക്ഷൻ H ആണ്. അത് ഓർത്തിരിക്കുക. ഓക്കെ. ഈ സെക്ഷൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ വെറുതെ തെറ്റായിട്ട് എഴുതരുത്. അപ്പോൾ ഉള്ള മാർക്ക് പോകും. ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. വെരി സിമ്പിൾ അല്ലേ? ഒരു എഗ്രിമെന്റ് ആണ്, നിയമപരമായിട്ട് എന്താണ്? അംഗീകാരം വേണം. അതാണ് കോൺട്രാക്ട്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സെക്ഷൻ H of the Indian Contract Act 1872. Contract is an agreement. It is an agreement enforceable by law. വെരി സിമ്പിൾ ഡെഫിനിഷൻ. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് an agreement cannot become a contract unless it can be enforceable by law. ഒരിക്കലും കോൺട്രാക്ട് ആവില്ല ഒരു എഗ്രിമെന്റ് എന്തല്ലെങ്കിൽ എൻഫോഴ്സിബിൾ അല്ലെങ്കിൽ. നിയമപരമായിട്ട് സംരക്ഷണമില്ല, അല്ലെങ്കിൽ നിയമപരമായ ഒബ്ജക്റ്റ് അല്ല അതിനുള്ളതെങ്കിൽ അത് എൻഫോഴ്സിബിൾ അല്ല. എൻഫോഴ്സിബിൾ അല്ല എങ്കിൽ അത് കോൺട്രാക്ട് അല്ല. അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് all agreements are not a contract. To be enforceable by law, contract must contain all the essential elements of a valid contract as defined in section 10. സെക്ഷൻ 10 നമ്മൾ പഠിക്കാൻ വരുമ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോൺട്രാക്ട് അങ്ങനെയായിരിക്കണം, എഗ്രിമെന്റ് അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, ഒരു ശരിയായ യഥാർത്ഥ കോൺട്രാക്റ്റിൽ എന്തൊക്കെ വേണം എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ സെക്ഷൻ 10 അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുള്ളൂ? അതൊരു കോൺട്രാക്റ്റ് ആണെന്ന് പറയുള്ളൂ. അക്കോർഡിംഗ് ടു സെക്ഷൻ 10 എന്നുള്ള സിമ്പിളായിട്ട് ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഓൾ എഗ്രിമെന്റ് ആർ കോൺട്രാക്ട്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്റ്റ് ആകും എപ്പോൾ? ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. പരസ്പര സമ്മതം വേണം. ആരും നിർബന്ധിച്ച് തോക്കും വേണ്ടിയിട്ട് വെക്കടാ ഒപ്പ് എന്ന് പറയാതെ നമ്മൾ സമ്മതം കൊണ്ട് വേണം. കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസൗണ്ട് മൈൻഡ് ആവരുത്. മെന്റലായിട്ടുള്ള മാനസികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ, നിയമപരമായിട്ടുള്ളൊരു പ്രതിഫലം വേണം. അല്ലാതെ ഒരാളെ തട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പൈസ തരാം, അതൊന്നും നിയമപരമല്ല. വിത്ത് ലോഫുൾ ഒബ്ജക്റ്റ് എന്താണ്? ലക്ഷ്യം എന്തായിരിക്കണം? നിയമപരമായിരിക്കണം. മനസ്സിലായോ? മയക്കുമരുന്ന് കച്ചവടം, അത് ലക്ഷ്യം നിയമപരമാണോ? അല്ല. ആൻഡ് ആർ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ബൈ ദ ആക്ട് ടു ബി വോയിഡ്. അതായത് വോയിഡ് ആണെന്ന് തോന്നാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ 15 വയസ്സായ പയ്യനോട് കോൺട്രാക്ട് ഉണ്ടാക്കി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ 15 വയസ്സായി താഴെ ഒറ്റ കാര്യം കൂടെ അതുണ്ടായിപ്പോയി, വോയിഡായിപ്പോയി. ഇപ്പോൾ വോയിഡ് ആവാൻ പാടില്ല. അതാണ് സെക്ഷൻ 10 പറയുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി ഓരോന്നെടുത്ത് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ അതിനകത്ത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞ പേരിൽ തന്നെ കിടപ്പുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് എ ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട്സ് ഇൻ ഇന്ത്യ ഓൺലി. അപ്പോൾ ജമ്മു കാശ്മീർ ഉണ്ടോ സാർ? ഇല്ല, ജമ്മു കാശ്മീർ ഇല്ല. ഇറ്റ് കെയിംസ് ഇൻ ടു ഫോഴ്സ് ഓൺ September 1, 1872. 1872 സെപ്റ്റംബർ 1 വന്നത്. ആൻഡ് ഇറ്റ്സ് എക്സ്റ്റെൻഡഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ടു ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ ഇല്ല മക്കളെ. പിന്നെ എവിടെ മാത്രമേ ഉള്ളൂ? ബാക്കി എല്ലാ സ്ഥലങ്ങളിലും. നമുക്കറിയാലോ ജമ്മു ആൻഡ് കാശ്മീർ ഒരു സ്വയംഭരണ പ്രദേശമാണെന്ന്. അതുകൊണ്ട് അവിടെ ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം, ദ ആക്ട് ഹാസ് 238 സെക്ഷൻസ് ഓൾ ടുഗദർ. മൊത്തം നമ്മൾ പറയുകയാണെങ്കിൽ 238 സെക്ഷൻസ് ആണ് ഈ ആക്ടിൽ ഉള്ളത്.
ക്ലിയർ ആണോ? എത്ര സെക്ഷൻസ് ആണുള്ളത്? 238 സെക്ഷൻ. അതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 1 to 75 ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. അതിനകത്തൊരു 76 to 123 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. പിന്നെ ഒരു 124 മുതൽ 238 വരെ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്സ് ആണ്. അതിനകത്ത് നമ്മൾ പാർട്ട്ണർഷിപ്പിനും അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സിനൊക്കെ വേറെ വേറെ ആക്ടുകൾ പിന്നീട് വന്നു. പക്ഷെ തുടങ്ങിയ സമയത്ത് നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് കടമെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയ സമയത്ത് എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു. അപ്പോൾ 238 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പറയാം 1 to 75 വരെയാണ് ശരിക്കും കോൺട്രാക്ട് ആക്ട് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ബാക്കിയെല്ലാം ഓരോന്നും വേറെ വേറെ ആയിട്ട് മാറിപ്പോയി എന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഹാസ് 238 സെക്ഷൻസ് ഓൾ ടുഗദർ. സെക്ഷൻ 1 to 75 came into force on September 1, 1870. അപ്പോൾ ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. എന്നാണ് വന്നത്? സെപ്റ്റംബർ 1, 1872. 1872 മറക്കരുത്. കോൺട്രാക്ട് ഡെഫിനിഷനിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 subsection H of the Indian Contract Act 1872, contract is an agreement enforceable by law. It is agreement. Agreement കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു agreement is equal to promise പ്ലസ് എന്താണ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ, സംതിങ് എന്തെങ്കിലും തിരിച്ചു കിട്ടണം സാർ, എന്തെങ്കിലും ഞങ്ങൾക്കും വേണം എന്തെങ്കിലും കിട്ടണം. പിന്നെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഇതാണ് പ്രോമിസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, സോ വാട്ട് യു ലേൺ? According to section 2H of the Indian Contract Act 1872, contract is an agreement enforceable by law. Contract ഒരു agreement ആണ്, enforceable by law ആണ്. കിട്ടിയോ? agreement ആണ്, enforceable by law. agreement എന്താണ്? promise plus consideration. promise എന്താണ്? offer plus acceptance. കിട്ടിയോ? then agreement must be legal. agreement നിയമപരമായിരിക്കണം. an agreement cannot become a contract unless it can be enforceable by law. നിയമപരമല്ല എങ്കിൽ, enforceable അല്ല എങ്കിൽ അത് കോൺട്രാക്ട് ആവില്ല. all contracts are agreements. എല്ലാ കോൺട്രാക്ട് agreement ആണ്, but all agreements are not contract. കിട്ടിയോ? The Indian Contract Act 1872 is the law relating to contracts in India except to the state of Jammu and Kashmir. Okay, Jammu and Kashmir ഇല്ല. It came into force on September 1, 1872. 1872 സെപ്റ്റംബർ 1-ാം തീയതിയാണ് വന്നത്. The Act has 238 sections. എത്ര സെക്ഷൻസ് ഉണ്ട്? 238 sections. Okay.